ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മൾ ഭീമൻ കണവ, അത് കല്ലൻ കണവ, അതിൻ്റെ പാർട്ട് 2 ആണ്. നമ്മുടെ പാചകമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓ ചെറുതാ, നെറ്റെടുത്ത് അടച്ചു എന്നാ നീയല്ലേ അതിന് ഫുഡ് കൊടുത്ത് വളർത്തുന്നത്. നമ്മളിതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളകും പൊടിയും മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്താണ് ഇത് വേവിക്കുന്നത്. ഇത് ബീഫ് പോലെയാണ്, ചത കട്ടി ഒന്നുകൊണ്ടാണ് കുക്കറിൽ സാധാ കണവയാണെങ്കിൽ നമുക്കല്ലാതെ വേവാനുള്ളതാണ്. ഇത് എത്ര വിസിലടിക്കണം? 2 മതി. ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ വയ്ക്കുന്നത്. എന്നാലേ ഉപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മളിത് കുക്കറിൽ അടച്ചാണ് വേവിക്കുന്നത്. എന്നാലത് സോഫ്റ്റ് ആവുള്ളൂ. നല്ല വേവും ഉണ്ട് അതിന്. നല്ല ടേസ്റ്റാണത്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണത്. കണവ, കൊഞ്ച്, ഞണ്ട് ഇതൊക്കെ കിട്ടുകയും ചെയ്യും. നമുക്ക് എല്ലാ സമയത്തും ഈ മീനുകളെല്ലാം കിട്ടുകയും ചെയ്യും നമ്മളവിടെ. ഇത് നമ്മളെ കണവ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്തോട്ട് കടുക് വറുത്ത് ചെറിയ ഉള്ളിയാണ് ഇട്ടേക്കുന്നത്. അത് ഓൾറെഡി നേരത്തെ അമ്മ ഉണ്ടാക്കിയ കുറച്ച് നുത്തോലി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. കപ്പയുണ്ട്. പിന്നെ കുറച്ച് ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ തലയും കുറച്ച് കഷ്ണങ്ങളും. ഇത് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ചിരകിയ തേങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, ഇടയ്ക്കൊക്കെ നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഇടണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. പിന്നെ ഇത് ഗരം മസാലയാണ്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത തേങ്ങാപ്പീര നമ്മൾ ഇതിനകത്തോട്ട് ഇടുവാണ്. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഒത്തിരി വേവാൻ പാടില്ല, കാരണം നമ്മൾ കണവയും കൂടെ ഇട്ടതിന് ശേഷം ഒരു വേവും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് വേണം തേങ്ങ ഇടാനായിട്ട്. അപ്പോൾ നമ്മുടെ വേവിച്ച കണവ നമ്മൾ ഇതിനകത്തോട്ട് ഇടുവാണ്. അപ്പോൾ നമ്മൾ ഇതിട്ടതിന് ശേഷം നമ്മൾ ഈ വേവിച്ച വെള്ളവും നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റും കൂടെ അതിനകത്തോട്ട് വരണം. കാരണം ആ കണവ വെന്ത അതിനകത്ത് ഓൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, കുരുമുളക്, മഞ്ഞൾപ്പൊടി. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി ആ വെള്ളത്തിലുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഒഴിക്കും. പക്ഷേ ഈ വീഡിയോയിൽ നമ്മളത് എടുത്തിട്ടില്ല. അത് നമ്മളടുത്ത കണവ പൊരിക്കാനുള്ള പരിപാടിയാണ്. കണവ പൊരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ മസാല വേറെ ഒന്നുമില്ല. മുളക് പൊടി, ഇച്ചിരി ഗരം മസാല, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഞാൻ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള മീനിടും പോലെ പറക്കിയിടരുത്. ചൂടായ എണ്ണ ഇറക്കി വെച്ചിട്ട് വേണം മീനിട്ടിട്ട് അടച്ചു വെച്ചാൽ അടുപ്പിൽ വെക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. കാരണം ഈ കണവയിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണത്. ഓടിക്കോ.
വെന്തിരിക്കുന്ന കളർ ആയതുകൊണ്ട് നമ്മൾ അധികം നിർത്തുന്ന കാര്യമില്ല. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ആ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വേവിച്ച കണവ തന്നെയാണ് നമ്മൾ മസാല പുരട്ടി ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വേവ് വേണ്ട. ഇപ്പോൾ നമ്മുടെ കണവ തോരനും കണവ ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മരിച്ചിനി ഇളക്കിയത് ലാസ്റ്റ് റെഡിയായി. അപ്പോൾ അത് രണ്ടും ഉണ്ടാകുമ്പോൾ എന്തായാലും മരിച്ചിനി വേണമല്ലോ. കപ്പ മസ്റ്റാണ് നമുക്ക്. കപ്പയും നല്ല കണവത്തോരൻ റെഡി ആയിട്ടുണ്ട്. ആ വെള്ളവും കൂടി നമ്മൾ ആ കുക്കറിൽ വേവിച്ച വെള്ളവും കൂടി നമ്മൾ അത് ഒഴിച്ചതുകൊണ്ടാണ് കുറച്ചൊരു ഇതായിട്ടിരിക്കുന്നത്. അതും കൂടെ ഒഴിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോവും. നല്ല ഈ ഒരു പരുവം കിട്ടത്തുള്ളൂ. കണവ ഫ്രൈ ഒരു രക്ഷയില്ല കേട്ടോ. ഫ്രൈ ഒരു നല്ല അടിപൊളി ടേസ്റ്റാണത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം. മാത്തു ഓൾറെഡി കഴിച്ചു കഴിഞ്ഞായിരുന്നു. മാത്തുവിനാണ് സത്യം പറഞ്ഞാൽ നേരത്തെ നത്തോലി കറിയൊക്കെ വെച്ച് കൊടുത്തത്. മാത്തു അങ്ങനെ അധികം കണവ കഴിക്കാറില്ല. എന്നാലും ഇന്ന് കഴിച്ചിട്ടുണ്ട്, കുറച്ച് കഴിച്ചു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്തു അങ്ങനെ അധികം കണവ, കൊഞ്ച്, ഞണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാറില്ല. ഫ്രൈ കഴിച്ചോ? ഫ്രൈ ചൂടുണ്ടാവേ. നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് അത് കഴിച്ചോ, കഷ്ണം കഴിച്ചോ. ഗൗരിയപ്പച്ചി റെഡിയായ? ഞങ്ങളിനി ഞാനും അച്ഛനും അമ്മയും മാത്തു ഗൗരിയൊക്കെ ഞങ്ങളിനി കഴിക്കാൻ പോകുന്നുള്ളൂ. മാത്തു ഓൾറെഡി നേരത്തെ കഴിച്ചു. മാത്തുവിന് ഉച്ചയ്ക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം അല്ലേ? ഗൗരി ഈ സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ. മീൻ, കണവ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം കഴിക്കില്ല. പക്ഷെ ഇന്ന് അമ്മ കഴിപ്പിച്ച് കഴിക്കണം എടുത്ത്.